ഇന്ന് തിങ്കളാഴ്ച. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ നിഗൂഢമായ ഐതിഹ്യത്തെക്കുറിച്ചുള്ള വിവരണമാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ലക്ഷക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തുന്ന വൈക്കം മഹാദേവ ക്ഷേത്രം. എന്നാൽ ഈ ക്ഷേത്രത്തിലെ പ്രധാന വാതിലുകളിൽ ഒന്ന് കഴിഞ്ഞ നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ വാതില് തുറന്നാൽ വലിയൊരു ദുരന്തം ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ്? ഇന്ന് തിങ്കളാഴ്ച ശിവഭഗവാന്റെ ഈ പുണ്യദിനത്തിൽ വൈക്കം ക്ഷേത്രത്തിന്റെ ആരും അറിയാത്ത ആ അത്ഭുത ഐതിഹ്യത്തെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ത്രേതായുഗത്തോളം പഴക്കമുള്ളതാണ് വൈക്കത്തപ്പന്റെ പ്രതിഷ്ഠയുടെ കഥ. രാക്ഷസ രാജാവായ രാവണന്റെ സുഹൃത്തായ ഖരൻ എന്ന അസുരൻ ശിവഭഗവാനെ കഠിനമായി തപസ് ചെയ്തു. ഖരന്റെ ഭക്തിയിൽ പ്രസന്നനായ പരമശിവൻ താൻ നേരിട്ട് പൂജിച്ചിരുന്ന ആദി ദിവ്യമായ 3 ശിവലിംഗങ്ങൾ ഖരന് സമ്മാനിച്ചു. വലതു കൈയിലും ഇടതു കൈയിലും 1 വീതവും. മൂന്നാമത്തേത് വായിൽ കടിച്ചു പിടിച്ച് ഖരൻ തെക്കോട്ട് യാത്ര തിരിച്ചു. യാത്ര ചെയ്ത് ഇന്നത്തെ വൈക്കം ഉള്ള സ്ഥലത്തെത്തിയപ്പോൾ ഭാരം കാരണം ഖരന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അവൻ വലതു കൈയിലെ ശിവലിംഗം നിലത്തു വെച്ചു. എന്നാൽ പിന്നീട് അത് അവിടെ നിന്നും മാറ്റാൻ ഖരന് സാധിച്ചില്ല. അവിടെയാണ് ഇന്ന് നമ്മൾ കാണുന്ന വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാക്കി 2 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചതാണ് ഏറ്റുമാനൂരും കടുത്തുരുത്തിയും. ഒരേ ദിവസം ഈ 3 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് ഭക്തർ വലിയ പുണ്യമായി കരുതുന്നു. എന്നാൽ വൈക്കം ക്ഷേത്രത്തെ വേറിട്ട് നിർത്തുന്നത് അവിടുത്തെ പടിഞ്ഞാറേ നടയാണ്. വർഷങ്ങൾക്ക് മുൻപ് അവിടുത്തെ ഒരു തന്ത്രി നട അടച്ച് താക്കോലുമായി പോകുമ്പോൾ ഒരു ഭീകര സർപ്പം അദ്ദേഹത്തെ കടിച്ചു കൊന്നു. ആ സർപ്പം മറ്റാരുമല്ല, വൈക്കത്തപ്പന്റെ കോപമായിരുന്നു എന്ന് ജനങ്ങൾ വിശ്വസിച്ചു. അന്നു മുതൽ ഇന്നുവരെ ആ പടിഞ്ഞാറേ നട ആരും തുറന്നിട്ടില്ല. ഇന്നും ആ നടയ്ക്ക് മുന്നിൽ ഒരു വലിയ മതിൽ കെട്ടി അടച്ചിരിക്കുകയാണെന്ന്. അത് തുറക്കാൻ ശ്രമിച്ചവർക്കെല്ലാം വലിയ വിപത്തുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. അതെ, വൈക്കത്തപ്പന്റെ ചൈതന്യം ഇന്നും ആ മണ്ണിൽ ജീവനോടെ ഉണ്ട്. ഈ തിങ്കളാഴ്ച ദിവസം വൈക്കത്തപ്പനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ എല്ലാ ദുരിതങ്ങളും മാറുമെന്നാണ് വിശ്വാസം. ഓം നമഃ ശിവായ. നിങ്ങൾ എത്ര പേർ വൈക്കം ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ആത്മീയമായ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.